ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ കെ വിജയൻ, 14 പ്രതികൾക്ക് ഒരു വധക്കേസിൽ പരമാവധി ശിക്ഷയെ വധശിക്ഷ ലഭിക്കുക സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? അരുൺ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ ചരിത്രത്തിലെ അത്യപൂർവമായ വിധി എന്ന് വേണം മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയെ, രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധിയെ വിശേഷിപ്പിക്കാൻ. പ്രത്യേകിച്ച് ഒരു കേസിൽ ഉൾപ്പെട്ട ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് പുറമെ മുഴുവൻ പ്രതികൾക്കും ഒരേ ശിക്ഷാവിധി ബാധകമാണെന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയത്. ഇന്ന് കോടതിയിൽ ഹാജരായ 14 പ്രതികൾക്കും വധശിക്ഷ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല 10 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ, പ്രതികളെ വീട് അതിക്രമിച്ച് കയറൽ, വീട്ടിൽ അതിക്രമിച്ച് കയറുന്ന സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം 10 വകുപ്പുകൾ അനുസരിച്ചാണ് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ആദ്യം വധശിക്ഷ വിധിച്ച കോടതി പിന്നീട് മറ്റ് പ്രതികൾക്ക് കൂടി ഇതേ ശിക്ഷ ബാധകമാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രധാനമായും കൊലപാതക കുറ്റത്തിനും ക്രിമിനൽ ഗൂഢാലോചന കുറ്റത്തിനുമാണ് കോടതി പരമാവധി ശിക്ഷ നൽകിയിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളുകളാണ്. ഇവർക്ക് ആദ്യം വധശിക്ഷ പ്രഖ്യാപിക്കുകയും ഇതേ നിലയിൽ ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിട്ടുള്ള മറ്റ് പ്രതികൾക്കും ഇതേ ശിക്ഷാവിധി ബാധകമാണെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു കോടതി ചെയ്തിട്ടുള്ളത്. വിവിധ വകുപ്പുകളിലായി 10 വകുപ്പുകളിലായി വിവിധ കാലയളവുകളിൽ തടവ് ശിക്ഷയും പിഴ ശിക്ഷയും കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് IPC 149 വകുപ്പ് പ്രകാരം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള മറ്റ് പ്രതികൾക്കൊപ്പം സഹായം ചെയ്തു നൽകിയ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ 9 മുതൽ 15 വരെയുള്ള പ്രതികൾക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിലെ 10ാം പ്രതി നവാഫ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. അതുകൊണ്ട് ഇയാളുടെ ശിക്ഷാവിധി പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷന്റെ വിശദീകരണവും നിരീക്ഷണവുമെല്ലാം ഈ 15 പ്രതികളും ഒരേപോലെ കേസിൽ കുറ്റക്കാരാണ്. അതുകൊണ്ട് തന്നെ 10ാം പ്രതിക്കും ഈ ശിക്ഷ നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ ബാധകമാണെന്ന് എന്നുള്ളതാണ്. 6 ലക്ഷം രൂപയാണ് വിവിധ കേസുകളിലായി കോടതി പിഴ ചുമത്തിയിട്ടുള്ളത്. ആ പിഴത്തുക രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ, അമ്മ, 2 കുട്ടികൾ തുടങ്ങിയവർക്ക് നൽകാനായിട്ടാണ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല വിവിധ കേസുകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ശിക്ഷാവിധികൾ പ്രതികൾ കൊലപാതക കുറ്റം ബാധകമായി പരമാവധി ശിക്ഷ നേരിടുന്ന പ്രതികൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതും കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും അംഗീകരിച്ചു. അതിൽ അക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് അത്യപൂർവങ്ങളിൽ അപൂർവമായ വിധിയായി ഇതിനെ കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ അത്യപൂർവമായ ഒരു കുറ്റകൃത്യമായി ഇതിനെ കണക്കാക്കിക്കൊണ്ട് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മ, ഭാര്യ, മക്കൾ തുടങ്ങിയവർക്ക് നേരിട്ട് മാനസിക ആഘാതമേൽപ്പിച്ച ഒരു ഗുരുതര കുറ്റകൃത്യം കൂടിയായി കോടതി ഇതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയാണ് ഈ കേസിൽ വിധിക്കപ്പെട്ടിരിക്കുന്നത്. 2021 ഡിസംബർ 19 പുലർച്ചെ 6 മണിയോടുകൂടിയാണ് SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികൾ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിൽ, ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ കടന്നു കയറി ആക്രമിച്ച് ഗുരുതരമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത്. ഇതിനെ തുടർന്ന് 1 മാസത്തിലേറെ നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ 35 പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ആലപ്പുഴ DYSP ആയിരുന്ന NR ജയരാജിന്റെയും മുൻ ജില്ലാ പോലീസ് മേധാവി R ജയദേവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 90 ദിവസത്തിനുള്ളിൽ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. തുടർന്ന് 2 വർഷത്തോളം എടുത്താണ്, അതിൽ 9 മാസമാണ് വിചാരണ കാലയളവായി എടുത്തത്. 9 മാസത്തിനിടയിൽ 156 സാക്ഷികളെ വിസ്തരിച്ചു. 6000 പേരുള്ള സാക്ഷി വിസ്താര മൊഴികളാണ് കോടതി രേഖപ്പെടുത്തിയത്. 1000-ലേറെ രേഖകൾ തെളിവായി കണക്കാക്കി. അതോടൊപ്പം തന്നെ 100-ലേറെ തൊണ്ടിമുതലുകളും കേസിൽ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചു. നിലവിൽ ഏറ്റവും നിർണായകമായ കേസിലെ ശിക്ഷാവിധിയുടെ പ്രധാനപ്പെട്ട നിർണായകമായ സംഗതികൾ എന്ന് പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളാണ്. പ്രധാനമായും പ്രതികൾ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ്, കേസിലെ 3ാം പ്രതി അനൂപിന്റെ വീട്ടിൽ എന്തായാലും അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിധിയായി മാറിയിരിക്കുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. 14 പേർക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ.